നമസ്കാരം. ഒരു വോട്ടിന്റെ കളി. ചന്ദ്രപൂരിൽ ബി.ജെ.പി. മേയർ സ്ഥാനം പിടിച്ചു. മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂരിൽ നടന്ന മേയർ തിരഞ്ഞെടുപ്പ് വലിയൊരു രാഷ്ട്രീയ ട്വിസ്റ്റായി മാറി. 66 അംഗങ്ങളുള്ള കോർപ്പറേഷനിൽ മേയറാകാൻ 34 വോട്ട് വേണം. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കോൺഗ്രസിന് 27 സീറ്റ്, ബി.ജെ.പിക്ക് 23 സീറ്റ്. ബാക്കി സീറ്റുകൾ ശിവസേന, വഞ്ചിത് ബഹുജൻ അഗാദി, എ.ഐ.എം.ഐ.എം, സ്വതന്ത്രർ എന്നിവർക്കായിരുന്നു. കണക്ക് നോക്കിയാൽ മേയർ സ്ഥാനം കോൺഗ്രസിന് കിട്ടുമെന്ന് എല്ലാവരും കരുതി. കാരണം അവർ തന്നെയായിരുന്നു ഏറ്റവും വലിയ പാർട്ടി. പക്ഷേ രാഷ്ട്രീയം എല്ലായ്പ്പോഴും കണക്ക് പോലെ നടക്കില്ല. കോൺഗ്രസിനുള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായി. ആരാണ് മേയർ ആകേണ്ടത്, ആരാണ് മുന്നിൽ നിൽക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരുമയില്ലായിരുന്നു. ഏറ്റവും വലിയ പാർട്ടിയായിരുന്നിട്ടും എല്ലാവരെയും ഒത്തുചേർത്ത് ഭൂരിപക്ഷം ഉറപ്പാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതാണ് ബി.ജെ.പിക്ക് അവസരമായത്. ബി.ജെ.പി. സംസ്ഥാന തലത്തിൽ എതിരാളികളായിരുന്ന ശിവസേനയുമായി സംസാരിച്ചു. നഗരത്തിന്റെ വികസനത്തിൽ ഒരുമിക്കാം എന്ന് പറഞ്ഞു. 15 മാസം വീതം മേയർ സ്ഥാനം പങ്കിടാമെന്നൊരു ധാരണയുമുണ്ടാക്കി. ചില സ്വതന്ത്രരെയും പിന്തുണയ്ക്ക് കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയം എന്നത് ആവശ്യമുള്ളപ്പോൾ കൈകോർക്കുന്നതാണെന്ന് അവർ കാണിച്ചു. വോട്ടെടുപ്പ് ദിവസം കാര്യങ്ങൾ വീണ്ടും മാറി. ചിലർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. പ്രത്യേകിച്ച് എ.ഐ.എം.ഐ.എം അംഗം കോൺഗ്രസിനെ പിന്തുണച്ചില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് തന്നെ സമീപിച്ചില്ല എന്നായിരുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയത്തിൽ സംസാരിക്കണം, ബന്ധം നിലനിർത്തണം. അതില്ലെങ്കിൽ അവസാന നിമിഷം പിന്തുണ നഷ്ടമാകും. അവസാനം വോട്ടുകൾ എണ്ണിയപ്പോൾ ബി.ജെ.പിക്ക് കോൺഗ്രസിനേക്കാൾ 1 വോട്ട് അധികമായി. വെറും 1 വോട്ട്. അതുകൊണ്ട് മേയർ സ്ഥാനം ബി.ജെ.പി. നേടി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വലിയ പാർട്ടി ആയാലും ഒരുമയില്ലെങ്കിൽ കാര്യമില്ല. ബി.ജെ.പിക്ക് സംഖ്യ കുറവായിരുന്നു, പക്ഷേ അവർ സംസാരിച്ച് കൂട്ടുകെട്ടുണ്ടാക്കി. കോൺഗ്രസിന് സംഖ്യ കൂടുതലായിരുന്നു, പക്ഷേ ഉറച്ച ഏകോപനമില്ലായിരുന്നു. അതാണ് ഫലം മാറ്റിയത്. രാഷ്ട്രീയം അഹങ്കാരത്തിന്റെ കളിയല്ല. ആരെയും ചെറുതായി കാണാനും പാടില്ല. ഓരോ അംഗവും പ്രധാനമാണ്. ഒരാളെ പോലും അവഗണിച്ചാൽ ഫലം മാറും. ചന്ദ്രപൂരിൽ അതാണ് സംഭവിച്ചത്. കോൺഗ്രസിന് കിട്ടേണ്ടിയിരുന്ന അധികാരം കൈവിട്ടു. ബി.ജെ.പി. അവസരം ഉപയോഗിച്ച് മുന്നിലെത്തി. ഇനി ബി.ജെ.പിക്ക് മുന്നിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. അവർ പറഞ്ഞതുപോലെ വികസനത്തിന് പ്രാധാന്യം കൊടുക്കണം. ജനങ്ങൾക്ക് വേണ്ടത് രാഷ്ട്രീയ ഡ്രാമയല്ല, നല്ല റോഡുകൾ, വെള്ളം, ശുചിത്വം, തൊഴിലവസരം എന്നിവയാണ്. അത് നൽകാൻ കഴിഞ്ഞാൽ ഈ വിജയം ശരിയായ അർത്ഥം നേടും. രാഷ്ട്രീയത്തിൽ അവസാന നിമിഷം വരെ എന്നൊന്നുമില്ല. 1 വോട്ട് പോലും വലിയ മാറ്റമുണ്ടാക്കാം. ചന്ദ്രപൂരിലെ മേയർ തിരഞ്ഞെടുപ്പ് അതിന്റെ തെളിവാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.